ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സ്നേഹപൂർവ്വം അവതരിപ്പിക്കുന്നു കാലചക്രം. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി സാമ്യമുണ്ടെങ്കിൽ അത് തികച്ചും സാങ്കല്പിക മാത്രം. അതാ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കാലചക്രം. ഇവിടെ പ്രസക്തം നീ ആരാണെന്നുള്ളതാണ്. ഇവിടെ പ്രസക്തം ഞാൻ ആരാ? നിന്റെ പേര് തെയ്യൻ. നിന്റെ വയസ്സ് 28. നിന്റെ മരണകാരണം ആൾക്കൂട്ട കൊലപാതകം. ഞാൻ ഓർക്കുന്നു. വിശക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു അവരോട് അടുത്തെത്തിയപ്പോൾ എന്റെ 2 കൈകളും ഒട്ടിയ വയറിനോട് ചേർത്ത് കെട്ടി. എന്തായിരുന്നു നീ ചെയ്ത കുറ്റം? അത് നീ എന്താ മാംസാഹാരം കയ്യിൽ വെച്ചുവോ? ഇല്ല. പിന്നെ പ്രണയിനിയോടൊപ്പം നീ പ്രണയദിനത്തിൽ ആഘോഷിച്ചതാണോ നീ ചെയ്ത കുറ്റം? അതല്ല. പിന്നെ നീ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നോ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. അല്ലെങ്കിലും ഇതിങ്ങനെയാണ്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നാൽ ഈ സമൂഹം ഒന്നും ചെയ്യില്ല. അവർ കഴിയുന്നതോ സർക്കാർ ചെലവിൽ. പിന്നെ എന്താണ്? ഓ, നീ വന്നത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്നും. അതെ, എന്റെ കേരളം. എന്റെ കേരളം സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത, സ്വയം സാക്ഷരത, സ്വയം വിഡിത്തം അണിയുന്ന ഒരുപറ്റം ആളുകൾ. സാധാരണ നിങ്ങളുടെ നാട്ടിൽ നിന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളാണല്ലോ അരങ്ങേറാറുള്ളത്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല. കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യൻ ഇവിടെ മരണപ്പെട്ടു വന്നു. ആ മനുഷ്യനെ അവർ വീട്ടിൽ വെച്ച് കൊന്നു. 38 വെട്ടുകൾ. രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കാരണം. ആട്ടെ, നീ ഏതുവരെ പഠിച്ചു തെയ്യ? 7 വരെ. തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ കുടുംബത്തിന്റെ ഭാരം കാരണം എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ രാഷ്ട്രീയവുമല്ല, പിന്നെ എന്താണ് കാരണം തെയ്യ? വിശപ്പ്. വിശപ്പോ? അതൊരു കാരണമാണ്. വിശന്നു പറഞ്ഞ് ഞാൻ ആഹാരം മോഷ്ടിച്ചു. അവർ എന്റെ മേൽ ചേർത്ത കുറ്റം മോഷണം. മോഷണം അതൊരു കുറ്റമാണോ? അതൊരു കുറ്റമാണെങ്കിൽ ആദ്യം ചെല്ലേണ്ടിയിരിക്കുന്നത് മന്ദിരങ്ങളിലാണ്. അവിടുത്തെ രാഷ്ട്രീയ അധികാരികളെയാണ് ശിക്ഷിക്കേണ്ടത്. നീ എന്തിന് തെയ്യ? നീ എന്തിന്? അവർ അധികാരമുള്ളവർ, ബലവാന്മാർ. ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മേലല്ലേ അവർക്ക് കുതിര കയറാൻ പറ്റുക? വിദ്യാഭ്യാസമില്ലാത്ത
പട്ടിണിക്കാർ, ദരിദ്രർ. വളരെ വിചിത്രമായിരിക്കുന്നു നിന്റെ കഥ. എനിക്കറിയണം എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന്. നീ പറയുമോ എന്നോട് നിന്റെ കഥ എന്താണെന്ന്? പറയാം, പറയാം. ഇത് കഥയല്ല, ജീവിതം, എന്റെ ജീവിതം. കാടിന്റെ ചങ്കുപിളക്കണ കണ്ണീരിൻ കഥകൾ. കാടിന്റെ മക്കളെ നിങ്ങൾ കാടുകൾ. ആടേറുന്നൊട്ടാരെ നിങ്ങളറിഞ്ഞോളി. കാടിന്റെ ചങ്കുപിളക്കണ കണ്ണീരിൻ കഥകൾ. കാടിന്റെ മക്കളെ നിങ്ങൾ കാടുകടത്തിയില്ലേ. കാടായ കാടെല്ലാം നാടുകടത്തിയില്ലേ. മാനോടും കാടുകളിൽ മൗനം മൂടുന്നു. തേനൂറും അരുവികളെല്ലാം ദാഹിച്ചലയുന്നു. നിങ്ങളുടെ ആ കാലിന് ചങ്കുപിടയുന്നു. കാടായ കാടെല്ലാം നാടുകടത്തിയില്ലേ. മാനോടും കാടുകളിൽ ഞങ്ങളെ പോലുള്ളവർക്ക് അതിനെവിടെ സമയം സമയം കണ്ടെത്തണമായിരുന്നു. സമയം കണ്ടെത്തണമായിരുന്നു. നിന്നെ പോലെയുള്ളവർ ഇവിടെ ജീവിക്കണമെങ്കിൽ, ഈ സമൂഹം നിന്നെ അംഗീകരിക്കണമെങ്കിൽ നീ സമയം കണ്ടെത്തണമായിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്കൊന്നൊക്കെ കഴിയാമായിരുന്നില്ലേ തയ്യ? നിനക്കൊന്നൊക്കെ കഴിയാമായിരുന്നില്ലേ? നിങ്ങൾ വിശപ്പെന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ തൊണ്ട ദാഹിച്ചു വരഞ്ഞിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ വേദന ഇവർക്ക് എന്റെ ശരീരത്തിൽ ഏൽപ്പിക്കാൻ കഴിയില്ല.
മോഷ്ടിച്ചാൽ അവന്റെ കൈവെട്ടണം. അവൻ മോഷ്ടിച്ചത് വിശപ്പ് കൊണ്ടാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയുടെ തല വെട്ടണം. നീ എന്തിന് തെയ്യ? നീ എന്തിന്? നിനക്ക് അവരോട് ചോദിക്കാമായിരുന്നില്ലേ തെയ്യ? നിനക്ക് അവരോട് ചോദിക്കാമായിരുന്നില്ലേ? ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ടായി. വേട്ടയാടാൻ വരുന്ന വേട്ടമൃഗത്തെയാണ് ഞാൻ അവരിൽ കണ്ടത്. അവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യമുഖം പോലും ഞാൻ കണ്ടില്ല. തെയ്യ, നിന്റെ സ്വപ്നങ്ങളെല്ലാം ഇവിടെ തീർന്നിരിക്കുന്നു. എന്ത് സ്വപ്നങ്ങൾ? വിശപ്പറിയാതെ ജീവിക്കണം, അത് മാത്രമായിരുന്നു എന്റെ ആഗ്രഹം. അത് മാത്രമായിരുന്നു. ചെറിയൊരു സ്വപ്നമായിരുന്നു തെയ്യ നിനക്കുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് എനിക്കൊരു വലിയ സ്വപ്നമാണ്. തെയ്യ, ഞാൻ നിനക്കൊരു അവസരം കൂടി തരട്ടെ തെയ്യ? എങ്ങനെ? നിങ്ങൾക്ക് എങ്ങനെ അതിന് കഴിയും? എനിക്ക് കഴിയും തെയ്യ. എനിക്കൊരു അവസരം കൂടി തരാൻ കഴിയും തെയ്യ. നീ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് തുടങ്ങാൻ ഒരു അവസരം കൂടി ഞാൻ നിനക്ക് തരാം. നിങ്ങൾക്കത് കഴിയുമെങ്കിൽ, വയറ് നിറച്ച ആഹാരം കഴിക്കാൻ സാധിക്കുമെങ്കിൽ എനിക്കത് വേണം. എനിക്ക് ആ അവസരം വേണം. തരും തെയ്യ. നീ ഈ ഭൂമിയിലോട്ട് തിരിച്ചു പോകാൻ പോകുന്നു തെയ്യ. നീ ഈ ഭൂമിയിലോട്ട് എന്നെ തിരിച്ചയച്ചാലും കാലചക്രമേ തിരിച്ചു കറങ്ങൂ. കോടിക്കണക്കിന് പണം ആരപഹരിച്ചു? അത് നിങ്ങളെ. അപ്പോൾ നിങ്ങളല്ലേ കളന്മാർ? അവരെ തൊടാൻ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലുണ്ട്? അവൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ നാട്ടിൽ നല്ല ഭരണകൂടമുണ്ടോ? നല്ല സർക്കാരുണ്ടോ? എന്തിന് ഇവിടെ എന്റെ അടുത്താണ് വില കൂടെ? അരിക്ക് വില കൂടുന്നു, ഗ്യാസിന് വില കൂടുന്നു, അത് മനുഷ്യന് മാത്രം വില കൊടുത്തില്ല. അതുകൊണ്ട് ഇവൻ ഞങ്ങളുടെ സഹോദരൻ. നിങ്ങളുടെ സഹോദരൻ ഇവൻ ഞങ്ങളുടെ പാർട്ടി അംഗം. അതെ, നിങ്ങൾക്ക് പറ്റിയ പാർട്ടി അംഗം തന്നെ. എന്തായാലും നിങ്ങളുടെ മുഖ്യനേക്കാളും ഭേദമാണ്. നമ്മുടെ മുഖ്യനെ പറയുന്നു.
വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, നമുക്കേവർക്കും പ്രിയങ്കരനായ ഈ തെയ്യനെ എനിക്ക് വളരെ നാളായി അറിയാം. ഈ തെയ്യം താമസിക്കുന്ന അട്ടപ്പാടിയിലെ ഊരുകളിൽ ഞാൻ പലതവണ നേരിട്ട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. ഈ പാവങ്ങൾക്ക് അവിടെ സമയത്തിന് കഴിക്കാൻ ഭക്ഷണമുണ്ടോ? ഈ പാവങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു റോഡുണ്ടോ? എന്തിനു പറയുന്നു, ഈ പാവങ്ങൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും ആശുപത്രി പോലും ആ സ്ഥലത്തില്ല. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. എന്തേ ഇവരെ പോലുള്ളവരെ നമ്മളിൽ ഒരാളായി കാണാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? ജാതി, മതം, ദേശം, വംശം എന്തിന് വേർതിരിവുകളില്ലാത്ത ഒരൊറ്റ സമസ്ത സുന്ദര ഭാരതമാണ് നമ്മുടെ പാർട്ടി കണ്ട സ്വപ്നം. ഈ സ്വപ്നത്തിന് വേണ്ടി എന്റെ ജീവൻ ത്യജിക്കുവാൻ പോലും ഞാൻ തയ്യാറാണെന്ന് ഞാൻ ഈ വേദിയിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ഈ സമരത്തിന് ഇതൊരു അവസാനമല്ല, മറിച്ച് ഇത് ഇന്നത്തെ ആരംഭം മാത്രമാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ഇവരെ പോലുള്ളവരോട് എന്റെ അടുത്ത് സ്റ്റേജിൽ എടാ അടി കഴിഞ്ഞാൽ എന്താടാ എന്റെ അടുത്താണ് കൊണ്ടുവന്നിരുത്തുന്നേ? എടാ എന്നാ മണമാണ് അവന്. നീ ഇതിവിടെ നോക്കിക്കോ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം അടുത്ത പരിപാടിക്ക് കേട്ടോ. കാലചക്രത്തെ മുന്നോട്ട് കാക്കുവിൻ. ഈ നശിച്ച ലോകത്ത് എനിക്ക് ജീവിക്കണ്ട. അവകളുടെ ഈ ലോകത്ത് വെറുക്കപ്പെട്ടവരെ പോലെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ നിന്റെ വിശപ്പ് അല്ലെങ്കിൽ അതിനേക്കാൾ ഭയാനകമാണ് ഈ അവഗണന. എനിക്കറിയാമായിരുന്നു ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന്. ഇത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ നിനക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. കടന്നു വരൂ മകളെ. നിനക്ക് വേണ്ടി കഥകളും കവിതകളും എഴുതിയ ഈ ലോകം ഇനി ഇവളെയാണ് ഓർക്കാൻ പോകുന്നത്. ഇവൾക്ക് വേണ്ടിയാണ് ഇനി കഥകളും കവിതകളും എഴുതാൻ പോകുന്നത്. ഈ സമൂഹത്തിന്റെ പുതിയ ഇര ഇവളാണ്. സ്നേഹിക്കയില്ല ഞാൻ സംസ്കാരമേ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു സമയത്തിന്റെ പൂർണ്ണതയിൽ ഒറ്റപ്പെട്ട് നമ്മുടെ ഇടയിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. അവരെ അതിലേക്ക് തള്ളിവിടുന്ന കൈകൾ ഒരിക്കലും നമ്മളുടേതാവാതിരിക്കാൻ ശ്രമിക്കുക. ജീവിതമാകുന്ന കാലചക്രം ഇനിയും തിരിയും. പക്ഷേ വിരൽത്തുമ്പിൽ മുന്നിൽ തെളിയുന്ന വിസ്മയ ലോകത്തിൽ മയങ്ങിയിരിക്കുന്ന നമ്മുടെ കണ്ണുകൾ അതിലേക്ക് പതിക്കാതിരിക്കട്ടെ. കാലചക്രം നിലയ്ക്കും വരെ